സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വരികയുണ്ടായി. അത് 2021 നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട വാദം നടക്കുമ്പോഴാണ് ഹൈക്കോടതിയിലെ ജഡ്ജി ബലാത്സംഗ കേസിൻ്റെ വാദസമയത്ത് നടത്തിയ പരാമർശം വളരെ വിവാദമായിരിക്കുകയാണ്. മാറിടത്തിൽ കൈവെക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതുമൊന്നും ബലാത്സംഗ കേസാകുകയില്ല എന്നാണ് അദ്ദേഹം നടത്തിയ പരാമർശം. ഇതിനെതിരെ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു സന്നദ്ധ സംഘടന, ദ വിമൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന സുപ്രീം കോടതിക്ക് ഒരു കത്തയക്കുകയും സുപ്രീം കോടതി ആ കത്ത് സ്വമേധയാ കേസായി എടുക്കുകയും ചെയ്തു. അതിരൂക്ഷമായ തരത്തിലാണ് ഹൈക്കോടതി ജഡ്ജിയെ സുപ്രീം കോടതി ജസ്റ്റിസ് ഗവായി ഉൾപ്പെടെ ഉള്ള ഡിവിഷൻ ബെഞ്ച് നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കോടതിയെ സമീപിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും അവസാനത്തെ ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു ആശ്രയമാണ് കോടതി. എന്നാൽ അവിടെയുള്ള ചില ജഡ്ജിമാർ ചിലർ നടത്തുന്ന വിധിന്യായങ്ങളും ചില പരാമർശങ്ങളും വലിയ തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നതാണ്. കുറുക്കൻ്റെ മുമ്പിൽ കോഴി പരാതിയുമായി പോയാൽ എന്താണ് സംഭവിക്കുക? അതുപോലെയാണ് ഇപ്പോൾ ഈ ജഡ്ജിയുടെ മുമ്പിൽ ഇരിക്കുന്ന കേസ്, അതിൻ്റെ ഭാവി. അതുകൊണ്ട് അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ കേസിൻ്റെ വാദം ഈ ജഡ്ജിയുടെ ബെഞ്ചിൽ നിന്ന് മാറ്റണം. അപ്പോൾ നീതി തേടിയുള്ള പാവപ്പെട്ട ഇരകളുടെ ജീവിതത്തെ എത്രമാത്രം ഇരുട്ടിലാഴ്ത്തുന്നതാണ് ഇത്തരം ചില ജഡ്ജിമാരുടെ നിലപാടുകളും അവരുടെ മാനസികാവസ്ഥയും. കോടതി ജഡ്ജിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒട്ടും ശ്രദ്ധയില്ലാത്ത, ഒരു വീണ്ടും വിചാരവുമില്ലാത്ത ഒരു വിധിയായിപ്പോയി അതെന്നാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കടുത്ത ഭാഷയിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നതിൽ ഖേദമുണ്ടെന്നാണ് പറയുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യന് ലഭിക്കേണ്ട അർഹമായ നീതി ഇവിടെ നിഷേധിച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നാണ് ഈ അതിശക്തമായ ശകാരം ഈ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിക്ക് നേരിടേണ്ടി വന്നത്. നമ്മളുടെ കോടതികളിൽ പലപ്പോഴും നീതി നിർവഹണം അതിൻ്റെ ഉദാത്തമായ നിലയിൽ നിർവഹിക്കപ്പെടുമ്പോഴും ചിലയിടങ്ങളിലൊക്കെ ചില ജഡ്ജിമാർ നടത്തുന്ന പരാമർശങ്ങളും അവരുടെ വിധി ന്യായങ്ങളുമൊക്കെ പിന്നീട് തെറ്റായി തീരുകയും അതിൻ്റെ ഫലമായി പാവപ്പെട്ട അല്ലെങ്കിൽ നിരപരാധികളായ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ആളുകൾ പീഡനം നടത്തുന്നതിന് വേണ്ടി ആ പെൺകുട്ടിയുടെ മാറിൽ കൈവെക്കുകയും അവളുടെ പൈജാമയുടെ ചരട് പൊട്ടിക്കുകയും ചെയ്തിട്ട് അവളെ വലിച്ച് ഒരു കലുങ്ങിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയതായിട്ടാണ് കേസിൽ പറയുന്നത്. ഇതൊരു ബലാത്സംഗ ശ്രമമല്ല. മാറിൽ കൈവെക്കുന്നതോ പൈജാമയുടെ ചരട് പൊട്ടിക്കുന്നതോ ബലാത്സംഗ ശ്രമം അല്ലെങ്കിൽ പിന്നെ ഇതെന്താണ്? ഇത്തരം ജഡ്ജിമാരെ വാസ്തവത്തിൽ ലോകം വെറുക്കും. നന്മയുടെയും പ്രതീക്ഷയുടെയും വെളിച്ചം പകരുന്ന കോടതികളിൽ നിന്ന്
ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല.